അങ്ങയുടെ കാല് നീര് കെട്ടിയല്ലോ, എന്തിനാ ഇതുപോലെ കിടന്ന് നിസ്കരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, ആയിഷ, അല്ലാഹുവിന് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ, അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ട്. നമ്മളും നന്ദിയുള്ളവരാകണം സഹോദരാ. അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നവരാകണം. അല്ലാഹുവിനോട് നന്ദിയുള്ള ചില അടിമകളെ അല്ലാഹു തന്നെ പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് അല്ലാഹു നന്ദിയുള്ള അടിമയെന്ന് അല്ലാഹു എടുത്തു പറഞ്ഞ ഒരു പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. അല്ലാഹുവേ, നൂഹ് നബിയുടെ ചരിത്രം നോക്കിയാൽ അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയുടെ ചരിത്രം പറയുമ്പോ അല്ലാഹു നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞതെന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാ, നൂഹ് നബിയെ കുറിച്ച് പറയുമ്പോ അല്ലാഹു പറയുകയാണ്, ആ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്ന ഒരു പ്രവാചകനാ, അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ പരിചയപ്പെടുത്തിയ ഒരു പ്രവാചകനാണ് നൂഹ് നബി. അതിന്റെ കാരണം എന്തെന്നറിയുമോ? നൂഹ് നബി അലൈഹിസ്സലാം ഒരു വസ്ത്രം ധരിച്ചാൽ, ഒരു ഭക്ഷണം കഴിക്കാനെടുത്താ നൂഹ് നബി പറയും അൽഹംദുലില്ലാ. അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ നന്ദിയുള്ള അടിമയെന്ന് പരിചയപ്പെടുത്തിയ ഒരു പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബിയുടെ പ്രത്യേകത എന്താ? നൂഹ് നബി അലൈഹിസ്സലാം എന്ത് കാര്യം ചെയ്യുമ്പോഴും പറയും അൽഹംദുലില്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ ഈമാൻ നൽകുമാറാകട്ടെ. സുഖമാണോ? പോയി ഇപ്പോഴേ പോയി. ഏതാ പറഞ്ഞേ? പോയി. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സുഖമാണോ എന്ന് ചോദിക്കുമ്പോ എന്താ പറയണ്ടേ? എന്താ പറയണ്ടേ? നീ ഇതിനെ വാതുറന്ന് കാണിച്ച്. നമ്മുടെ പിശുക്കത്ര നമ്മൾ ഇത്ര നന്ദിയുള്ളവരാ. നമ്മുടെ നന്ദി ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ ഒരാൾ സുഖമാണോ എന്ന് ചോദിച്ചാ പറയേണ്ട മറുപടി അൽഹംദുലില്ലാ. ഇതാര് പഠിപ്പിച്ചതാ? മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ പള്ളിയിൽ ഇരിക്കുമ്പോ ഒരു സഹാബി കയറി വന്നു. നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി, നിനക്ക് സുഖമാണോ? അൽഹംദുലില്ലാ ഖൈർ, അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ് നബിയെ. ആ ഒരു മറുപടി കേട്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. എന്നാ പുറകിൽ വേറൊരാള് വന്നു. രണ്ടാമതൊരു സഹാബി വന്നു. ആ സഹാബിയോടും ചോദിച്ചു, നിനക്ക് സുഖമാണോ? നിങ്ങൾ പറഞ്ഞതുപോലെ എന്തോ പറഞ്ഞതോ. സുഖമാണ് നബിയെ, റാഹത്താണ് നബിയെ. നബി തങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ സഹാബി തന്നെ ചോദിച്ചു, എനിക്ക് ദുആയില്ലേ? എനിക്ക് ദുആയില്ലേ? നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി പറ, സുഖമാണോ? സുഖമാണോ? ജീവിതമൊക്കെ റാഹത്താണോ? ആരോഗ്യമൊക്കെ ഉണ്ടോ? കുടുംബജീവിതമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? എല്ലാവരുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടോ? എല്ലാവരുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടോ? എനിക്ക് അതിനുള്ള മറുപടിയാ കേൾക്കേണ്ട. പൈസയൊക്കെ ഉണ്ടോ? അവിടെ വന്നപ്പോ എന്താ പതുങ്ങിയേ? ഇല്ലേ? കള്ളം പറയരുത്. അൽഹംദുലില്ലാ പറ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എടോ, അൽഹംദുലില്ലാ പറയണം. അത് പറഞ്ഞു പഠിക്കണം. ഏത് കാര്യം പറയുമ്പോഴും അൽഹംദുലില്ലാ പറഞ്ഞു പഠിക്കണം. അത് ദുഃഖമാകട്ടെ, സന്തോഷമാകട്ടെ, എന്തുമാകട്ടെ. നമുക്കൊരു ദുഃഖം ഉണ്ടാകുമ്പോഴെന്തു പറയണം? ഒരു ദുഃഖം ഉണ്ടായ എന്തു പറയണം? ഇവിടെ സ്വന്തം മകന്റെ മയ്യത്ത്, സ്വന്തം മകന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ തിരിച്ചു പോകുമ്പോ അല്ലാഹു തന്റെ അടിമയോട് ചോദിക്കും, മലക്കുകളോട് ചോദിക്കും, എന്റെ ദാസൻ എന്തു പറഞ്ഞെന്ന്. എന്റെ ദാസൻ എന്തു പറഞ്ഞു? അല്ലാഹ് ആ ചങ്ങാതി അപ്പോഴും പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു പറയുമത്രേ, നീ സ്വർഗത്തിലൊരു വീട് പണിയാൻ, സ്വർഗത്തിലൊരു വീട് പണിയാൻ. എന്നിട്ട് അതിന്റെ പേര് ബൈത്തുൽ ഹംദ് എന്ന് എഴുതി വെക്കണം. ആർക്ക്? അവനുള്ള വീട്. ഇതാണ് അൽഹംദുലില്ലയുടെ പ്രതിഫലം. എടോ, ഏത് സമയത്തും ഏത് പ്രയാസത്തിലും അത് പറയാൻ പഠിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളുടെ ഒരു കാലിലെ ഒരു വിരലിന് വല്ലാത്ത വേദന. അപ്പൊ ഉർവതങ്ങള് വൈദ്യന്മാരെ കാണിച്ചപ്പോ പറഞ്ഞു, തങ്ങളെ ഇത് പഴുക്കാൻ പോകുന്നുണ്ട്, കാല് ചെറുതായിട്ട് പഴുക്കുന്നുണ്ട് വിരല്, ഈ വിരലങ്ങ് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ ഈ പഴുപ്പ് മുകളിലേക്ക് കയറും, വലിയ പ്രയാസമാണ്.
ഉർവ റളിയല്ലാഹു തആല വലിയ പരിഗണനയൊന്നും കൊടുത്തില്ല, ഇങ്ങനെ കൊണ്ട് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോ കാലിന് വേദന കൂടാൻ തുടങ്ങി. വീണ്ടും വൈദ്യന്മാരെ കാണിച്ചപ്പോ പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ അന്നേ പറഞ്ഞതാ വിരല് മുറിക്കണമെന്ന്. ഇപ്പൊ പഴുപ്പ് പടർന്നു തുടങ്ങി, ഇപ്പൊ ബുദ്ധിമുട്ട, കാൽപ്പത്തി തന്നെ മുറിച്ചു മാറ്റണം. ഉർവ റളിയല്ലാഹു തആല തയ്യാറായില്ല. പിന്നെയും കുറച്ചു നാൾ കഴിഞ്ഞപ്പോ വേദന കൂടി. അപ്പൊ വൈദ്യന്മാരെ കാണിച്ചപ്പോ പറഞ്ഞു, തങ്ങളെ ഇനി കാലിന്റെ മുകളിൽ വെച്ച് മുറിക്കണം, ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക്. അവസാനം ഉർവ റളിയല്ലാഹു തആല കാല് മുറിക്കാൻ സമ്മതിച്ചു. വൈദ്യന്മാരെ കാല് മുറിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ട് തങ്ങളുടെ അടുത്ത് വന്നു. എന്നിട്ട് തങ്ങളുടെ കയ്യിൽ ഒരു ലഹരി പദാർത്ഥം കള്ളം കാണ്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, തങ്ങളെ ഇത് കുടിക്ക്. മഹാനവറുകൾ ചോദിച്ചു, എന്തിനാ ഇത് കുടിക്കണത്? തങ്ങളെ കാല് മുറിക്കുമ്പോ വേദന അറിയാതിരിക്കാൻ ഇത് ഇത്തിരി കുടിക്ക്. ഉർവ റളിയല്ലാഹു തആല പറഞ്ഞു, കള്ളിലൊരു ശിഫയുമില്ല, ഞാൻ കുടിക്കില്ല, എന്തു വന്നാലും ഞാൻ കുടിക്കില്ല. അപ്പൊ വൈദ്യന്മാര് പറഞ്ഞു, പിന്നെ എങ്ങനെ കാല് മുറിക്കും? ഇന്നത്തെ പോലെ അനസ്തേഷ്യയോ അല്ലെങ്കിൽ മരവിപ്പിക്കലൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഈ കാല് മുറിക്കുന്നത്? ഇത് പിന്നെ എങ്ങനെ ഈ വേദന സഹിക്കുക? അങ്ങനെ വൈദ്യന്മാര് വല്ലാത്ത പ്രയാസം പറഞ്ഞപ്പോ ഉർവ റളിയല്ലാഹു തആല ചോദിച്ചു, നിങ്ങൾക്ക് കാല് മുറിച്ചാ പോരെ? നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരെ? എങ്കിൽ ഞാൻ ഉളുവെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം. ഞാൻ നിസ്കാരത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോക്ക് മുറിച്ചേക്കാൻ. അങ്ങനെ ഉർവ റളിയല്ലാഹു തആല ഉളുവെടുത്തിട്ട് നിസ്കരിക്കാൻ കയറി കൈകെട്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിഹ ഓതി മഹാനായ ഉർവ റളിയല്ലാഹു തആല നിസ്കാരം തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ മുസമ്മിലാണ് പാരായണം ചെയ്യുന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല